ഹായ്. നമ്മളെല്ലാവരും നമുക്ക് എന്തെങ്കിലും ജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തോട് പറയാനുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയാണ് കൂടുതലായി ഉപയോഗിച്ച് വരുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എല്ലാ പാർട്ടികളും ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതും സോഷ്യൽ മീഡിയയാണ്. കാരണം ജനങ്ങളിലേക്ക് എത്രയും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു മീഡിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ, പുരോഗതി അല്ലെങ്കിൽ മറ്റ് അവാർഡുകൾ, സംവിധാനങ്ങൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളോട് സംവദിക്കുകയും പോസ്റ്റർ വഴിയും വീഡിയോ വഴിയും ലൈവ് വീഡിയോകൾ വഴിയൊക്കെ സംസാരിച്ച് അവരുടെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. എങ്കിൽ ഒരു വിഷയം എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ ഇല്ലായ്മകളോ പറയുകയാണെങ്കിൽ ആ സമയത്ത് അത് ബൈലോയ്ക്കെതിരെ, എത്തിക്സിനെതിരെ എന്നൊക്കെ പറഞ്ഞ് ആ പറഞ്ഞ വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുക, അവരെ മാറ്റി നിർത്തുക, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിലെ വീഴ്ചകളും വല്ലതും സംഭവിച്ചിട്ടുണ്ടോ, ഇതൊന്നും നോക്കാതെ തന്നെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനെനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതിനു മുമ്പ് ഉത്തർപ്രദേശിൽ ഒരു ഡോക്ടർ കഫീൽ ഖാൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്, ഓക്സിജൻ സിലിണ്ടർ ഇല്ല, കുട്ടികൾ മരിച്ചു പോകുന്നു എന്നുള്ളത്. അപ്പൊ ആ സമയങ്ങളിൽ നമ്മുടെ കേരളത്തിലേക്ക് ആ വ്യക്തിയെ വിളിച്ചു കൊണ്ടുവരികയും 100% സാക്ഷരത കൈവരിച്ചിട്ടുള്ള പ്രബുദ്ധ കേരളം അദ്ദേഹത്തെ വാനോളം ഉയർത്തുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയിട്ടുമുണ്ട്. അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയെ അത് പരമാവധി പറഞ്ഞിട്ടും അതിനൊരു തീരുമാനം ലഭിക്കാതിരുന്നപ്പോൾ അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പോൾ അത് വലിയൊരു വിപത്തായി മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ജനങ്ങളിൽ നിന്നുമുള്ള എല്ലാം ഇവർ സോഷ്യൽ മീഡിയ വഴി നേടുന്നു. ഇവരെ ആവശ്യങ്ങൾ, കാര്യങ്ങളൊക്കെ ജനങ്ങളെ നികുതിപ്പണത്തിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ശ്രമിക്കേണ്ടതും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സംവിധാനമാണെങ്കിൽ എന്താണ് വേണ്ടത്? എത്രയും വേഗം ആ പ്രശ്നം പരിഹരിച്ചിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഇതൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ആ സംവിധാനം അല്ലെങ്കിൽ ആ പാർട്ടി അല്ലെങ്കിൽ ആ സെറ്റപ്പ് ഏറ്റവും അനുയോജ്യം, സ്വീകാര്യവുമായി മാറുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു വിഷയം മുന്നോട്ട് വെക്കുന്നവർക്ക് നേരെ നടപടിയെടുത്തുകൊണ്ട് ഒതുക്കുന്ന ഒരു രീതി മാറണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിന്റെ പുരോഗതിക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു പ്രളയമോ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണാനും സാധിക്കും. അവിടെ പാർട്ടിയോ കൊടിയുടെ നിറമോ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നുമല്ലാതെ തന്നെ എല്ലാവരും സജീവമായി ഇറങ്ങുന്ന ഒരു നാടാണ് കേരളം. കേരളം നല്ലത് ചെയ്തവർ തീർച്ചയായിട്ടും പിടിച്ചുയർത്തുക തന്നെ ചെയ്യും, അതിന് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാലും. അതുകൊണ്ട് ദയവ് ചെയ്ത് പോരായ്മകൾ പറയുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് അർഹതപ്പെട്ട ഇവര് തയ്യാറാവണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് വിനീതമായി പറയാനുള്ളത്. ജയ് ഹിന്ദ്.